ഒരു സ്ക്വയർ മീറ്ററിൽ 12 ചെങ്കല്ലും 1.5 ചാക്ക് സിമെന്റും ആണെങ്കിൽ 1400 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ എന്തോരം ചെങ്കല്ലും എത്ര ചാക്ക് സിമെന്റും വേണ്ടി വരും? അല്ല മാഷേ, അപ്പം മണല് വേണ്ടേ? മണൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം. എവിടെ ഇരിക്കടാ മാഷേ, എച്ചം വിളിക്കുന്നുണ്ട്. എന്താ ഏട്ടാ? എന്താന്നറിയില്ല, വേഗം വിളിക്കാൻ പറഞ്ഞു. ശരി, അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തേ, ഞാൻ നോക്കട്ടെ, ഇപ്പോൾ വരാം. ഏട്ടാ ആ എന്തെന്ന് അറിയില്ല, കുറെ സമയത്ത് അവിടെ കുറെ പെണ്ണുങ്ങളിൽ ഇരിക്കുന്നുണ്ട്. നീ ഇയാളിത് അതല്ല മാഷേ, ഈ ചീരയും പയറും എല്ലാം കൂടി ഈ സ്കൂളിൽ നമ്മൾ ഇതേടെ നടാനാ? അതിന് മാത്രം പറമ്പ് പേടിയാ മാഷേ. നിങ്ങളൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി പെണ്ണുങ്ങളൊക്കെ കൂട്ടാ, എന്നിട്ട് ആ ഗ്രൗണ്ട് അങ്ങോട്ട് കുത്തിക്കളച്ചോ, നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കാന്നേ. അപ്പൊ കുട്ടികളെല്ലാം എവിടെ പോയിട്ടാ കളിക്കാം മാഷേ? അല്ലെങ്കിൽ അവന്മാർക്ക് ഇത്തിരി കളി കൂടുതലാ. നമുക്ക് തൽക്കാലം ഒരു ഹരിത വിപ്ലവം നടത്താം. ത്രില്ലിംഗ് ആവില്ലേ അത്? അല്ല മാഷേ, കഴിഞ്ഞ മാസം വിറ്റ പച്ചക്കറിന്റെ മാഷേ. കാണാൻ പറഞ്ഞിട്ടില്ല നിങ്ങള്. ദിനേശ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ വരാട്ടാ, നിങ്ങൾ പോയല്ലോ ഏട്ടാ, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ മൊത്തം കൊടുകൈ കൈ കൊടുക്കടോ. കൺഗ്രാറ്റുലേഷൻസ്, താൻ പാർട്ടിനെ പിടിച്ച് സംഗതി ഒപ്പിച്ചല്ലോ. എന്താ മാഷേ? എടോ, തന്റെ പോസ്റ്റ് പെർമനന്റ് ആയി. നന്നായി മാഷേ, ട്രീറ്റ് വേണം കേട്ടോ. പിന്നെ ട്രീറ്റൊക്കെ കൊള്ളാം. ശമ്പള കുടിച്ച് കിട്ടുമ്പോൾ തരാനുള്ളത് പലിശ സഹിതിക്ക് നന്നാക്കണം. ഓ അതൊക്കെ തരാം മാഷേ. എൻ്റെ സാലറിയുടെ കാര്യം അത് കുറച്ച് സമയം എടുക്കും. പേപ്പേഴ്സ് ഒക്കെ ഞാൻ സൈൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് തിരക്കില്ലാടേ. ഇവിടെ ഇപ്പൊ തന്നെ ത്രില്ലായി. ഹലോ ഹലോ ദിനേശ് ചേട്ടാ, എവിടെയാണ്? ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ഞാനിവിടെ കോളേജില്. എന്താ? എന്റെ ജോലി പെർമനന്റ് ആയി. ശരിക്കും? കൺഫർമേഷൻ ലെറ്റർ ഇപ്പൊ കിട്ടിയോളൂ. ആദ്യം വിളിച്ചത് തന്നെയാണ്. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ദിനേശ് ചേട്ടാ, ദിനേശ് ചേട്ടന് ഇനി നല്ല സമയം. അന്ന് പണിക്കർ പറഞ്ഞ പോലെ ചെയ്തോണ്ടല്ലേ എന്തൊരു ചാട്ടേനോ. ഞാൻ അന്ന് പറഞ്ഞുതരോ, ഈലെല്ലാം ചില സത്യമുണ്ട് സഖാവേ. ഇനി ദിനേശ് ചേട്ടന് തിരിഞ്ഞു നോക്കേണ്ടി വരൂല, അതുറപ്പാ. ആ ശരി എന്നാ. അയ്യോ, എനക്കൊരു കാര്യം പറയണ്ടേനു ദിനേശ് ചേട്ടാ. ഹലോ. അതെ, അല്ല എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കട്ടെ തന്നെ. വിളിക്കോ? ആ വിളിക്കാം. ശരി, ബൈ. പ്രേഷേട്ടാ. ആ ദിനേശ, എവിടെയാ നീ? ഞാൻ സ്കൂളില്. അതെ, നീ എന്ന് അപ്ലൈ ചെയ്ത ലോണില്ലേ, അത് പാസ്സായിട്ടില്ല കേട്ടോ. ഏയ്, അപ്പൊ പട്ടയത്തിന്റെ കാര്യം? ആ അത് തൽക്കാലം കുഴപ്പമില്ല. ഞാൻ മാനേജറോട് സംസാരിച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നീ എന്തായാലും പെട്ടെന്ന് വന്നോ, ഞാൻ റെഡിയാക്കി തരാം. ശരി. ഓക്കെ, ശരിടാ. ശരി, ഓക്കെ. ഇത് നല്ല സാധനമാണല്ലോ. ഇത് എവിടുന്നാ വാങ്ങിയേ? എന്തായാലും കാര്യങ്ങളെല്ലാം പോസിറ്റീവാ. മെയിൻ വാർപ്പ് കഴിഞ്ഞു, മെയിൻ ടെൻഷൻ കഴിഞ്ഞു. നല്ല മഴ, ഇനിയെല്ലാം പടപടയും നടക്കും. എന്ത് ടെൻഷൻ കഴിഞ്ഞ്? ഇനിയാണ് ടെൻഷൻ. കട്ടില് വെപ്പ്, വയറിങ്, പ്ലംബിങ്, തേപ്പ്, ഫ്ലോറിങ്. നടക്കോ? പൈസ തന്നാ അതൊക്കെ നടക്കും, അല്ലെങ്കിൽ ഒന്നും നടക്കൂല. എടാ സജു, നോക്കിയിട്ട് അപ്പുറത്തേക്ക് ഈ ഒറ്റ കാര്യം മതി എല്ലാത്തിനും പാർട്ടിന്ന് പുറത്താക്കാൻ. പെരുമഴയല്ലേ, ആര് വരാൻ? ഒഴിച്ചേ രവിജി, ആ പെൻഷന്റെ കാര്യം ഉണ്ടല്ലോ, അതൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കണം. നമ്മള് അങ്ങോട്ട് പോയിക്കോ, മധുരണ്ടല്ലോ അല്ലേ? എന്താ എന്താക്കാണ് നിങ്ങൾ അനങ്ങാണ്ട് നിക്ക്. പിന്നെല്ലാം കൂടി എന്റെ മേല് കുത്തി കയറ്റും. പേടില്ലാത്തൊരു ഒരിക്കലോള വക. പിന്നെ നിങ്ങക്ക് ഈ ദിനേശം എടുത്ത് തന്ന നേരെ കൊടുക്കായിരുന്നില്ലേ? എന്ത് രസം ഉണ്ടാകുക കാണാനായിട്ട്. പഴയ മുണ്ട് അലക്കി തേച്ച പോലെ ഉണ്ട്. പിന്നെ എന്റെ പാട്ടിന്റെ നിറമല്ല. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാല് പിന്നെ എന്തിന് പിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പം? ആകെയുള്ള ഒരു ചെറുമോനാണ് അവന്റെ നിഷേധന. നിങ്ങളല്ലാണ്ട് പിന്നെ വേറെ ആരും. ആ മതി, ഞാൻ കൊടുത്തോളൂ. നീ അത് തന്നെയല്ലേ ചെയ്തേ? ഇതൊക്കെ ചടങ്ങല്ലേ. പിന്നെ
നമുക്ക് പാർട്ടീൻ്റെ കൊടി പിടിച്ചിട്ടൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്താലോ? ഇതൊരു ഫേസ്ബുക്കിലിടാം. പാർട്ടി ഗ്രൂപ്പിലിട്ട് മാക്സിമം ഷെയർ ചെയ്യിപ്പിക്കുമ്പോൾ കിരി എവിടെ? ഗിരി വിളിച്ചിട്ട് കിട്ടുന്നില്ല. KVG പറഞ്ഞിട്ട് എന്തോ ഹോസ്പിറ്റൽ കേസായിട്ട് പോയാൽ തോന്നുന്നു. ഞാനെന്നൊരു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാനും പറ്റിയില്ല. നമുക്ക് പോകുന്ന വഴിക്ക് അല്ലേ ഷീറ്റൊന്ന് മാറ്റാം അല്ലേ? മുതലാളി മുതലാളി ദിനേശ് ചേട്ടാ ഓടി വാ. ദിനേശ് ചേട്ടാ ജൽദി ആവോ ജൽദി ആവോ. ഉദർ ഓടി വായോ പെട്ടെന്ന് വാ. അവിടെ അവിടെ എന്താണ് എന്താണ്? തല്ലി പൊളിക്കണ്ട, വരുന്നു. ആ നീയായിരുന്നോ? ഇതെന്താ ചോദിച്ചപ്പോരാ? സ്റ്റീൽ പാത്രം കൊണ്ട് അരഞ്ഞാണോ? ഇത് എവിടുന്നാ കിട്ടിയേ? പൊട്ടേ എവിടെ നിന്റെ ആശാൻ? ആശാൻ ഓടി എങ്ങോട്ട്? എങ്ങോട്ടാണെന്ന് അറിയില്ല പണിക്കറേ. ഇവന്മാർക്ക് എന്നെ കൈ കിട്ടിയേ. ആർക്ക്? എന്റെ ഭഗവതി, ഓരോന്ന് പറഞ്ഞ് പാർട്ടിക്കാരോ ഞാളെ പറ്റിക്കാൻ നോക്കുന്നു. നിങ്ങളുടെ വീട് ഇടിഞ്ഞു വീണത് ഞാൻ എന്ത് ചെയ്യാനാ? വീട് പണിയുമ്പോ നല്ല സിമെന്റ് കാപ്പിയാക്കിട്ട് നല്ലോണം പണിയണം. നിനക്ക് നല്ല പണി ഞാൻ തരണം. അയ്യോ, നിങ്ങൾ എല്ലാം തരുന്നതിന് പകരം പണി അറിയാതെ നിങ്ങളുടെ കോൺട്രാക്ടറെ പോയി തന്നെ. ഞാൻ ആദ്യമായിട്ടല്ല വീടിന്റെ പണിയെടുക്കുന്നത്. അയ്യോ സാറായിരുന്നു കോൺട്രാക്ടർ. അയ്യോ അറിഞ്ഞില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താൻ ഒരു കോപ്പും പറയണ്ട, താൻ ഈ കർമ്മിയും കൂടെ അല്ല എന്റെ കാശ്മീരിൽ നിന്ന്. ഞങ്ങളോ? അയ്യോ അയ്യോ ഇടിയൊന്നും നിർത്തിക്കേ, ഇടിയൊന്നും നിർത്തുകയാണ്. ഞാൻ കവടി നിർത്തി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് കേണിച്ച് നോക്കാനുള്ള ഒരു സാവകാശം തരണം. ഇനി ഇടിക്കല്ലേ പ്ലീസ് 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 പ്ലീസ്. ഇതെന്തിനാ? ശരിക്കും നോക്ക്, ഇല്ലെങ്കിൽ എന്റെ ആത്മാവനിക്ക് തന്നെ ആവാഹിക്കേണ്ടി വരും. ബിജു, നിന്റെ ആശാൻ ആവാഹനം എല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലേ ചെയ്തേ? പിന്നെ ഞാൻ കൂടി ഉണ്ടായിരുന്നല്ലേ. എല്ലാം ആവാഹിച്ച് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇവന്മാരെ കൊടുത്തു വിട്ടല്ലേ. എന്റെ ആശാനാണ് സത്യം. ഇതാ ഗ്രേറ്റ് വക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലി പോയി കൊണ്ടൊഴുക്കുക. എന്റെ മടി കിടക്കുന്ന ഈ 13 ആൾ ഇവരെ തലയിൽ ഒഴിഞ്ഞു പോടെ.
അപ്പൊ പ്രശ്നം നടന്ന അവിടെയല്ല. പിന്നെ എവിടെയായിരിക്കും? അല്ല ആ കക്കയെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വരച്ചു നോക്കി. കിട്ടിയ അതെ, നിങ്ങൾ സഞ്ചരിച്ച വഴിയൊന്ന് വരിച്ചേ. അല്ല, നിങ്ങൾ പോയ റൂട്ട് ഒന്ന് പറയാൻ പറ്റുമോ? എന്ത് താൻ പറഞ്ഞ പോലൊക്കെ തന്നെ ചെയ്തേ. ആണോ? അങ്ങടെ വഴി പോകണ്ട കേട്ടോ, അവിടെ നമ്മുടെ പിള്ളേർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ സ്കൂളിലെ ബാക്കിൽ ഏത് വഴിയില് പോ എല്ലാരും അനിയപ്പിക്കോ? കേക്കെ ഒച്ചപ്പാടില്ലാണ്ട് എടുക്ക്. ഈ എന്ത് കളിക്കുന്നേ? ഈ നട്ടപ്പാരി കൊച്ചായിട്ട് ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. വേഗം എടുത്തേ, കളിക്കില്ല കേക്കെ. എല്ലാ ഏടിയൊക്കെ കൊറേയാലേ കണ്ടിട്ട് ഞാനീടിയുണ്ടേനു വന്നല്ലേ. പിന്നല്ലാണ്ട് വിളിച്ച വരാണ്ടിരിക്കാൻ പറ്റുമോ? പഠിച്ചോനെ ഞങ്ങൾ കാത്തോളി.